1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും അതിൻ്റെ ആലപ്പുഴയിലെ നേതൃത്വം വി എസിന് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ വി എസ് 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതിയ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴയിൽ ചുക്കാൻ പിടിക്കുക തന്നെയായിരുന്നു. അന്നും അതായത് പുതിയ ഗവൺമെൻറ് 57 കേരളത്തിൽ ചുമതലയേൽക്കുമ്പോൾ ആലപ്പുഴ ഡിവിഷനിൽ 10 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫലത്തിൽ കേരളത്തിൽ അധികാരത്തിൽ ഏറ്റാൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് വി എസ് അച്യുതാനന്ദനും ഇല്ലെങ്കിൽ ആലപ്പുഴയിലെ അക്കാലത്തെ പാർട്ടി നേതൃത്വമായിരുന്നു. കാരണം 10ൽ 9 വിജയിച്ചു എന്നുള്ളതാണ് അന്നത്തെ പ്രത്യേകത. അപ്പോൾ അന്ന് ഭൂരിപക്ഷം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അന്ന് 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 9 പേരുടെ വിജയം അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത്. അതുകൊണ്ട് ആ കാലത്ത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എന്നതിന് പുറമെ അന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വി എസ് അച്യുതാനന്ദനെ ഉൾപ്പെടുത്തി. അക്കാലത്താണ് ദേവികുളം മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. റോസമ്മ പുന്നൂസ് ആയിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനറിൽ അവിടെ ജയിച്ചു കയറിയത്. അപ്പോൾ അതിനെതിരെ എതിർ സ്ഥാനാർത്ഥിയെ കൊടുത്ത തെരഞ്ഞെടുപ്പ് ഹർജി അനുവദിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ തെരഞ്ഞെടുപ്പിൽ വിജയം കൂടാതെ മറ്റൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചിന്തിക്കാനേ കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് കൊണ്ട് വി എസിന് ആ സമയത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വി എസ് ആ തെരഞ്ഞെടുപ്പിൽ ആണ്ടുമുഴുകി പ്രവർത്തിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ റോസമ്മ പുന്നൂസ് ജയിച്ചു. അതിനിടയിൽ വി എസിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമുണ്ടായത് വി എസിൻ്റെ അസാന്നിധ്യത്തിലാണ് വി എസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ അംഗമാക്കുന്നത്. ആ നാഷണൽ കൗൺസിലിൽ അന്ന് അംഗമാക്കിയ വി എസ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് മുന്നോടിയായിട്ടുള്ള ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങിപ്പോയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും CPIM എന്ന കക്ഷിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിത്തീരുകയും ചെയ്യുകയായിരുന്നു. വി എസ് അച്യുതാനന്ദൻ അക്കാലത്ത് ആലപ്പുഴ ജില്ലയാണ് കേന്ദ്രീകരിച്ചത്. ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി നമുക്ക് ആലോചിക്കാൻ പോയിരുന്ന അത്ഭുതം തോന്നും. അന്നത്തെ 9 അംഗ സെക്രട്ടേറിയറ്റിലെ 57 9 അംഗ സെക്രട്ടേറിയറ്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയറ്റിലെ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പക്ഷേ അദ്ദേഹം അന്നും ആലപ്പുഴ കേന്ദ്രീകരിച്ച് ജില്ലാ സെക്രട്ടറി കൂടി ആയതിനാൽ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞ് ഈ 64 പിളർപ്പിനെ തുടർന്ന് 65 നിയമസഭയിൽ വി എസ് അച്യുതാനന്ദൻ അമ്പലപ്പുഴ നിന്ന് മത്സരിച്ചു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. ആ വർഷം ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അത് കഴിഞ്ഞ് 57 തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും വി എസ് അതേ അമ്പലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു, നിയമസഭാ അംഗമായി. ആ 2 തവണ നിയമസഭാ അംഗമായിട്ട് പിന്നെ വി എസ് നേരെ പാർട്ടിയിലേക്കാണ് പോകുന്നത്. പാർലമെൻ്ററി ജീവിതത്തോട് 2 തവണത്തെ നിയമസഭാ അംഗത്വത്തിന് ശേഷം വീണ്ടും പാർട്ടിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി 12 വർഷം സംസ്ഥാന സെക്രട്ടറിയായി. പിന്നെ അങ്ങനെ വീണ്ടും ആ 12 വർഷത്തെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് വീണ്ടും തിരിച്ച് വി എസ് പാർലമെൻ്ററി ജീവിതത്തിലേക്ക് വരികയും EK നായനാർക്ക് ശേഷം വി എസ് പാർലമെൻ്ററി നേതൃത്വത്തിലേക്ക് വരണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു എന്ന് എല്ലാ കാലത്തും പറയാറുണ്ട്. തുടക്കകാലത്ത് അത് EMS AKG എന്നുള്ള വേർതിരിവായിരുന്നു. പിന്നീട് അതിൽ MNൻ്റെ പേരൊക്കെ വലിച്ചൊഴിക്കുകയുണ്ടായി. എന്തായാലും അങ്ങനെയുള്ള ആക്ഷേപം അത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് വി എസ് വരുന്നത്. വി എസ് വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് EMSഉം VSഉം ഒരുമിച്ച് 2 ഘട്ടങ്ങളിലായി നിൽക്കുന്നു എന്നായിരുന്നു. പിന്നീടത് EMSൻ്റെ അവസാന കാലയളവിൽ പറഞ്ഞത് EMSഉം VSഉം ഒരുമിച്ചു, EK നായനാർ മറ്റൊരു ചേരിയായി, അതായത് മലബാർ ചേരി മാറി നിൽക്കുന്നു എന്നായിരുന്നു. പിന്നെ ഈ മലബാർ ചേരി എന്നുള്ളത് CATU ലോബി എന്ന് പറഞ്ഞു.
അങ്ങനെ സ്വാഭാവികമായിട്ടും ഏറ്റവും ഒടുവിൽ ആ ഇത് വന്നു നിന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് വന്നത് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉലച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനെ തുടർന്ന് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും കടുത്ത നടപടികളാണ് നേരിടേണ്ടി വന്നത്. രണ്ടുപേരെയും CPIM-ന്റെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ തന്നെ, രണ്ടുപേരെയും പുറത്താക്കുന്ന അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയന് തിരിച്ച് പോളിറ്റ് ബ്യൂറോയിൽ കയറാനായി. വി എസിന് പോളിറ്റ് ബ്യൂറോ അംഗത്വം നഷ്ടമായി. അത് വി എസിനെ എക്കാലത്തും ദുഃഖിപ്പിക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു. വി എസ് അവസാന കാലത്ത് പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല. എന്തായാലും വി എസ് മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമായിട്ട് നിന്നതും വിഭാഗീയതയാണെന്ന് കരുതുന്നുണ്ട് ഒരു കൂട്ടർ. കാരണം വി എസ് മത്സരിക്കേണ്ട എന്ന് ഒരു തീരുമാനമുണ്ടായി. അതിനെതിരെ കേരളത്തിലെമ്പാടും വലിയ പ്രക്ഷോഭമുണ്ടായി. പാർട്ടി അണികൾ തന്നെ പരസ്യമായി നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടായി. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എടുത്ത തീരുമാനങ്ങൾ അവർക്ക് തന്നെ തിരുത്തി വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ടി വന്നു. വി എസ് മത്സരിച്ച് ജയിച്ചപ്പോഴും മുഖ്യമന്ത്രിയാകുമോ എന്നൊരു അനിശ്ചിതത്വം വന്നു. എന്തായാലും വി എസ് മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞ് തുടർഭരണം ഉണ്ടാകാതിരിക്കാൻ അന്നത്തെ പാർട്ടിയിലെ വിഭാഗീയത കാരണം ഒരു വിഭാഗം ഇടപെട്ടു എന്നൊരു ആരോപണം ശക്തമാണ്. എന്തായാലും 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ അന്ന് ഭരണം കൈപ്പിടിയിൽ നിന്ന് പോയി. പക്ഷേ അന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം പറഞ്ഞത് 1 ഡസനിലേറെ ജയിക്കാവുന്ന സീറ്റുകൾ അന്നത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടപെടലിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും അന്ന് വളരെ വ്യാപകമായിരുന്നു. ഇതൊക്കെ എല്ലാ കാലത്തും നടന്നിരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതിന് വിഭാഗീയതയായാലും അഭിപ്രായ വ്യത്യാസമായാലും അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 2 നേതാക്കളെ, വി എസ് അച്യുതാനന്ദനെയും പിണറായി വിജയനെയും CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്.